ചക്കക്കുരുവും മാങ്ങായും നമ്മുടെ ചെറുപ്പകാലത്ത് ഇവ നാട്ടിൻപുറത്ത് സുലഭമായി എല്ലാ വീടുകളിലും കറി വെച്ച് ഉപയോഗിക്കുന്ന ഒരു ആഹാര സാധനമായിരുന്നു. എന്നാൽ ഇന്ന് നാട്ടിൻപുറത്ത് ധാരാളം ഉണ്ടെങ്കിലും പുതിയ തലമുറയ്ക്ക് ഈ വക ആഹാര സാധനത്തിനോട് വലിയ താല്പര്യമില്ലാത്തതിനാൽ പലരും ഇത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇതേപ്പറ്റി എന്തെന്നറിയത്തില്ല. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അവർക്കൊരാശ തോന്നും, അല്പം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന്. അവരുടെ ചെറുപ്പകാലത്ത് അല്ലെ അവർ സ്കൂളിലോ കോളേജിലോ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തെ പൊതിച്ചോറിന് ഇത് അമ്മമാർ തോരൻ വെച്ചും മെഴുക്കുവരട്ടി വെച്ചും ഒക്കെ ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു. അത് അന്നത്തെ ആ രുചി ഓർക്കുമ്പോൾ ഇപ്പോഴും നാക്കിൽ കൂടി വെള്ളം വരും. ഇത് കണ്ട് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ സവിനയം അഭ്യർത്ഥിക്കുന്നു. ചക്കക്കുരുവും മാങ്ങായും നമ്മുടെ ചെറുപ്പകാലത്ത് ഇവ നാട്ടിൻപുറത്ത് സുലഭമായി എല്ലാ വീടുകളിലും കറി വെച്ച് ഉപയോഗിക്കുന്ന ഒരു ആഹാര സാധനമായിരുന്നു. എന്നാൽ ഇന്ന് നാട്ടിൻപുറത്ത് ധാരാളം ഉണ്ടെങ്കിലും പുതിയ തലമുറയ്ക്ക് ഈ വക ആഹാര സാധനത്തിനോട് വലിയ താല്പര്യമില്ലാത്തതിനാൽ പലരും ഇത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇതേപ്പറ്റി എന്തെന്നറിയത്തില്ല. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അവർക്കൊരാശ തോന്നും, അല്പം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന്. അവരുടെ ചെറുപ്പകാലത്ത് അല്ലെ അവർ സ്കൂളിലോ കോളേജിലോ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തെ പൊതിച്ചോറിന് ഇത് അമ്മമാർ തോരൻ വെച്ചും മെഴുക്കുവരട്ടി വെച്ചും ഒക്കെ ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു. അത് അന്നത്തെ ആ രുചി ഓർക്കുമ്പോൾ ഇപ്പോഴും നാക്കിൽ കൂടി വെള്ളം വരും. ഇത് കണ്ട് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ സവിനയം അഭ്യർത്ഥിക്കുന്നു.